ഓം ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് നാളെ ഷഷ്ഠിയാണ്. കർക്കിടക മാസത്തിൽ വരുന്ന ഷഷ്ഠി മറ്റുള്ള ഷഷ്ഠികളെ വെച്ച് നോക്കുമ്പോൾ, അതായത് സ്കന്ദഷഷ്ഠിയെ അപേക്ഷിച്ച് കർക്കിടക മാസത്തിൽ വരുന്ന ഷഷ്ഠിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മുടെ മക്കളുടെ എല്ലാവിധ നന്മയ്ക്കും ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും വേണ്ടിയിട്ട് കർക്കിടക മാസത്തിലെ ഷഷ്ഠി വ്രതവും ക്ഷേത്ര ദർശനവും നമ്മളെ സഹായിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഈ ഒരു ഷഷ്ഠി വ്രത ദിവസം നമ്മൾ ചൊല്ലേണ്ടുന്ന ഭഗവാന്റെ ഒരു മന്ത്രമാണ്. വെറും 3 പ്രാവശ്യം മാത്രം നമ്മൾ ആ ഒരു മന്ത്രം ചൊല്ലി പ്രാർത്ഥിച്ചാൽ നമ്മുടെ മക്കൾക്ക് അതിൻ്റെ ഫലം ലഭിക്കുന്നതായിരിക്കും. അതേപോലെ ഇന്ന് പഞ്ചമിയാണ്. ആഷാഢ നവരാത്രിയിൽ വന്നിരിക്കുന്ന പഞ്ചമി തിഥി. ഇന്ന് ഉച്ചയ്ക്കാണ് നമുക്ക് കാര്യസിദ്ധി സമയം വരുന്നത്. ആ സമയത്ത് ചെമ്പരത്തിപ്പൂവിൽ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം കുങ്കുമദീപം. ഈ രണ്ടിനെക്കുറിച്ചും ഇന്നലെ തന്നെ ഞാൻ വീഡിയോ ഇട്ടിരുന്നു. വീഡിയോ കാണാത്തവരൊക്കെ അത് പോയി കണ്ട് മറക്കാതെ ആ സമയത്ത് അത് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇനി നിങ്ങൾ ആ സമയത്ത് ഓഫീസിലാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഏർപ്പെട്ട് വെളിയിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് സന്ധ്യയ്ക്ക് 7 മണിക്ക് ശേഷവും നമുക്ക് ആ കാര്യം ചെയ്യാവുന്നതാണ്. നമുക്ക് ഷഷ്ഠി വരുന്നത് 2026 ജൂലൈ 19 ഞായറാഴ്ച വരുന്ന ഷഷ്ഠി വളരെയധികം ഓസ്പീഷ്യസ് ആണ്. സുബ്രഹ്മണ്യ സ്വാമിയുടെയും ഭഗവാൻ മഹാദേവൻ്റെയും പാർവതീദേവിയുടെയും അനുഗ്രഹം ലഭിക്കുന്ന ഈ വ്രതം സൽസന്താന പ്രാപ്തിക്കും സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കും വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതിനു പുറമെ ആഗ്രഹ സാഫല്യത്തിനും ഐശ്വര്യത്തിനും നമുക്ക് പാത്രമാകുന്ന ഒന്നാണ് ഈ ഒരു ഷഷ്ഠി എന്ന് പറയുന്നത്. കർക്കിടകത്തിലെ ഷഷ്ഠിയെ കുമാരഷഷ്ഠി എന്നും നമ്മൾ പറയാറുണ്ട്. ഇന്ന് വരെ ഷഷ്ഠീവ്രതം നിങ്ങൾ എടുത്തിട്ടില്ല എങ്കിൽ പോലും നാളത്തെ ദിവസം തികഞ്ഞ ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ഭഗവാൻ സ്കന്ദനെ മനസ്സിൽ ഓർത്തുകൊണ്ട് ഈ ഒരു കർക്കിടക മാസത്തിലെ ഷഷ്ഠീവ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. മക്കളില്ലാത്തവർക്ക് മക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടും, മാതാപിതാക്കൾ പറഞ്ഞാൽ അനുസരിക്കാത്ത മക്കൾ, അതേപോലെ തന്നെ മക്കൾക്ക് അഭിവൃദ്ധി ഉണ്ടാവണം, നല്ല ജോലി ലഭിക്കണം, നല്ല വിവാഹം നടക്കണം, ഇങ്ങനെ മക്കളുമായിട്ട് ഉൾപ്പെട്ടിട്ടുള്ള എന്തൊരു കാര്യത്തിനും ഈ ഒരു ഷഷ്ഠീവ്രതം നമ്മൾ അമ്മമാരെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ദിവസം വ്രതമെടുത്ത് യഥാവിധി സ്കന്ദനെ പൂജിച്ചു കഴിഞ്ഞാൽ സന്തതികൾക്കുണ്ടാവുന്ന അഭിവൃദ്ധി എന്ന് പറയുന്നത് വളരെ അധികമായിരിക്കും. അതുമാത്രവുമല്ല, ഈ ദിവസം നമ്മൾ ദാനമെന്ന് പറയുമ്പം അത് ഇന്നതെന്നില്ല. ഏതൊരു ദാനവും നമ്മുടെ ആഗ്രഹത്തെ വളരെ പെട്ടെന്ന് നമ്മളിലോട്ട് എത്തിച്ചേർത്ത് തരും. അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസത്തെ ദാനം ചെയ്യുന്നത് അതും മറക്കാതെ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. വ്രതമെടുക്കുന്നവരൊക്കെ ഇന്ന് പഞ്ചമി മുതൽ തന്നെ വ്രതമെടുക്കണം. ഇന്ന് സന്ധ്യയ്ക്ക് അരിയാഹാരം ഒഴിവാക്കണം. നോൺ വെജ് ഒഴിവാക്കി മറ്റെന്തെങ്കിലും ഭക്ഷണം കഴിച്ച് നാളെ ഞായറാഴ്ച സൂര്യോദയത്തിന് മുൻപുണർന്ന് കുളിക്കണം. കുളിച്ചതിന് ശേഷം ഓം മുരുകാ 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 എന്ന് പറഞ്ഞുകൊണ്ട് നെറ്റിയിൽ നമ്മൾ ഭസ്മം ധരിക്കണം. ഷഷ്ഠിവ്രതം എടുക്കുമ്പം നെറ്റിയിലെ ഭസ്മധാരണം അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ്. ഭസ്മം ധരിച്ചതിന് ശേഷം നമുക്ക് വ്രതമെടുക്കാം. നമുക്ക് ഒരു നേരം അരിയാഹാരം കഴിച്ചുകൊണ്ടാണ് ഷഷ്ഠീവ്രതം എടുക്കുന്നത്. മിക്കവാറുമുള്ള മുരുകക്ഷേത്രങ്ങളിലൊക്കെ നമുക്ക് ഉച്ചയ്ക്ക് അവിടുന്ന് പച്ചരി ചോറ് ലഭിക്കുന്നതാണ്. ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഒരു നേരം വീട്ടിൽ അരിയാഹാരം കഴിച്ച് ബാക്കി 2 നേരം മറ്റെന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിച്ചുകൊണ്ട് വ്രതം എടുക്കാവുന്നതാണ്. ഈ ഒരു ദിവസം വ്രതം എടുക്കുമ്പം തികഞ്ഞ ഭക്തി ഉണ്ടാവണം. ഭഗവാന്റെ നാമം എപ്പോഴും നമ്മൾ ഉരുവിട്ടുകൊണ്ടേയിരിക്കണം. ഓം ശരവണ ഭവ എന്നുള്ള മന്ത്രം അല്ലെങ്കിൽ ഓം വജത് ഭുവേ എന്നുള്ള മന്ത്രമൊക്കെ കഴിയുന്ന അത്ര നമുക്ക് ജപിക്കാവുന്നതാണ്. അതേപോലെ ആഗ്രഹ സാധ്യത്തിന് 108 പ്രാവശ്യം നമുക്ക് വേലും മയിലും സേവലും തുണയെന്ന് എഴുതാം, അല്ലെങ്കിൽ ശരവണ ഭവ എഴുതാം. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഇതൊക്കെ എഴുതിയിട്ടുള്ളവർക്കൊക്കെ അതിൻ്റെ ഫലവും ലഭിച്ചിട്ടുള്ളതാണ്. അതേപോലെ വീടിനടുത്ത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമുണ്ടെങ്കിൽ, അതായത് ഭഗവാനെ പോയി കണ്ട് നിങ്ങൾക്ക് തൊഴാൻ പറ്റുമെന്നുണ്ടെങ്കിൽ രാവിലെയോ വൈകിട്ടോ അല്ലെങ്കിൽ ഉച്ച സമയത്ത്
മിക്ക ക്ഷേത്രങ്ങളിലും ഷഷ്ഠിയിൽ ഉച്ച സമയത്താണ് ഭഗവാന് അഭിഷേകങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്തോ ഭഗവാനെ പോയി കണ്ട് തൊഴാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. അതേപോലെ എല്ലാ ചൊവ്വാഴ്ചകളിലും ഷഷ്ഠികളിലും ഞാൻ പറയുന്നതാണ് ഭഗവാന് പാലഭിഷേകം, പഞ്ചാമൃത അഭിഷേകം, ഭസ്മ അഭിഷേകം ഇതൊക്കെ നമുക്ക് ചെയ്യാം. നമുക്ക് തന്നെ മനസ്സിലൊരു സമയമെടുക്കാം. ഇത്ര ചൊവ്വാഴ്ച അല്ലെങ്കിൽ ഇത്ര ഷഷ്ഠിയിൽ 6 ചൊവ്വാഴ്ച 6 ഷഷ്ഠിയിൽ ഇന്ന കാര്യം സാധിക്കാൻ വേണ്ടി ഭഗവാന് ഞാൻ ഈ ഒരു അഭിഷേകം ചെയ്തേക്കാം. അതിൽ തന്നെ പ്രത്യേകിച്ച് പാലഭിഷേകം മക്കൾക്ക് വേണ്ടി ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫലം കിട്ടും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഷഷ്ഠിയിൽ നിങ്ങൾ തുടങ്ങിക്കോളൂ. നമ്മുടെ മക്കളുടെ ഉയർച്ചയ്ക്കും ഉന്നമനത്തിനും അഭിവൃദ്ധിക്കും അവർ നല്ല സ്വഭാവത്തോടു കൂടി വളർന്നു വരാനും വേണ്ടിയിട്ട് 6 ഷഷ്ഠിയിൽ മക്കൾക്ക് വേണ്ടി ഞാൻ വ്രതമെടുത്ത് ക്ഷേത്രത്തിൽ പാലഭിഷേകം നടത്തിയേക്കാം എന്നൊരു നേർച്ച നിങ്ങൾ ഭഗവാന് നേർന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഭഗവാൻ അത് സാധിച്ചു തരാതെ ഇരിക്കുകയില്ല. ഷഷ്ഠീവ്രതം അനുഷ്ഠിക്കുന്നവർ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു മന്ത്രം നിങ്ങൾ മറക്കാതെ ചൊല്ലാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ നമ്മൾ നാളെ ചെയ്യേണ്ടത്, ഞാനീ പറയുന്ന മന്ത്രം നാളെ ബ്രഹ്മമുഹൂർത്തമായ 3:30 മുതൽ ഉച്ചയ്ക്കൊരു 11 മണിക്ക് മുൻപും അല്ലെങ്കിൽ രാത്രി ഒരു 6 മണി മുതൽ 9 മണിക്കുള്ളിൽ എപ്പോഴാണോ ഈ 2 സമയത്തിൽ എപ്പോഴാണോ നമുക്ക് പറ്റുന്നത് ആ ഒരു സമയത്ത് ജപിച്ചാൽ മതിയാവും. അപ്പം ഭഗവാന്റെ ഫോട്ടോ അല്ലെങ്കിൽ വിഗ്രഹം, വേല് ഇതൊക്കെ ഉള്ളവരാണെങ്കിൽ ചുമന്ന പൂക്കൾ കൊണ്ട്, ഏറ്റവും ശ്രേഷ്ഠം ചുമലപ്പൂക്കളാണ്. ഇല്ലെങ്കിൽ കിട്ടുന്ന പൂക്കൾ കൊണ്ട് ഭഗവാനെ അലങ്കരിക്കണം. ഭഗവാന് പൊട്ടൊക്കെ തൊടുന്നവരാണെങ്കിൽ മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ തൊടണം. അതിനുശേഷം ചിലപ്പം ചിലർ എല്ലാ ഷഷ്ഠിയിലും ഭഗവാന് മുൻപിൽ വെറ്റില ദീപം അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഷഡ്കോണ ദീപം തെളിയിക്കുന്നവരായിരിക്കും. ഇനി നിങ്ങൾ അതാണ് കൊളുത്തുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ദീപം കൊളുത്തിക്കോളൂ. അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ ഭഗവാന് മുൻപിൽ ഒരു നെയ് ദീപം കൊളുത്തി വെക്കണം. ആ ദീപം ഭഗവാനെ നോക്കിയിരിക്കുന്നത് പോലെ വേണം കൊളുത്താൻ. ദീപം കൊളുത്തി വെച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു രൂപ നാണയം എടുക്കണം. ഇപ്പോൾ വെറ്റില ദീപം കൊളുത്തുന്നവരാണെങ്കിൽ നമ്മൾ ആ ഒരു വെറ്റില ദീപം അതിനകത്ത് ആ കാമ്പിടുമല്ലോ, അപ്പോൾ ആ കൂടെ തന്നെ ഈ 1 രൂപ നാണയം ആ ഒരു നെയ്ക്കകത്തോട്ട് ഇടാം. ഇനി ഷഡ്കോണ ദീപമാണെങ്കിൽ 6 ദീപങ്ങളാണ് നമ്മൾ കൊളുത്തുന്നത്. ആ 6-ൽ ഏതെങ്കിലും ഒരു ദീപത്തിൽ 1 രൂപ ഇടുക. ഇനി ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരേ ഒരു ദീപം മാത്രമാണ് ഭഗവാന് മുൻപിൽ കൊളുത്തുന്നതെന്നുണ്ടെങ്കിൽ ആ 1 രൂപ കയ്യിലെടുത്ത് മക്കളെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ മറ്റെന്താഗ്രഹമാണോ അത് ഭഗവാനോട് പ്രാർത്ഥിച്ച് ആ 1 രൂപ നാണയം ആ നെയ്ക്കകത്തോട്ട്, അതായത് ആ കത്തിച്ച് വെച്ചിരിക്കുന്ന ദീപത്തിനുള്ളിലോട്ട് ഇടണം. അതിനുശേഷം വീണ്ടും കൈകൾ കൂപ്പി ഭഗവാനോട് നമ്മുടെ പ്രാർത്ഥന പറയണം. അതിനുശേഷം കുമാരസ്തവം അത് നമ്മൾ 3 പ്രാവശ്യം ജപിക്കണം. കുമാരസ്തവത്തിൻ്റെ കൂടെ ജപിക്കേണ്ടുന്ന മറ്റൊരു മന്ത്രം കൂടിയിട്ടുണ്ട്, അത് ഞാൻ പറയാം. കുമാരസ്തവം ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്, എല്ലാവർക്കും അത് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുമാരസ്തവം നമ്മൾ 3 പ്രാവശ്യം ജപിക്കണം. വളരെ പവർഫുള്ളായിട്ടുള്ള മന്ത്രമാണ് കുമാരസ്തവം എന്ന് പറയുന്നത്. അപ്പം കുമാരസ്തവം 3 പ്രാവശ്യം ജപിച്ചതിന് ശേഷം നമ്മൾ ജപിക്കേണ്ടുന്ന മന്ത്രം ഇതാണ്. ശക്തിഹസ്തം വിരൂപാക്ഷം ശിഖിവാഹം ഷഠാനനം ധാരുണം രിപുരോഗഗ്നം ഭാവയേ കുക്കുടധ്വജം. ശക്തിഹസ്തം വിരൂപാക്ഷം ശിഖിവാഹം ഷഠാനനം ധാരുണം രിപുരോഗഗ്നം ഭാവയേ കുക്കുടധ്വജം. ഈ ഒരു മന്ത്രം വേണം നമ്മൾ ഭഗവാന് മുൻപിലിരുന്ന് 3 പ്രാവശ്യം ജപിക്കാനായിട്ട്. ഞാൻ ആ മന്ത്രം ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു മന്ത്രം തികഞ്ഞ ഭക്തിയോടും വിശ്വാസത്തോടും ഭഗവാന് മുൻപിലിരുന്ന് ജപിക്കണം. ഈ ഒരു മന്ത്രം എന്ന് പറയുന്നത് നമ്മളെ മക്കൾക്ക് ഉന്നമനം, ഉയർച്ച, രോഗങ്ങളുണ്ടെങ്കിൽ അത് മാറാൻ, ചീത്ത സ്വഭാവങ്ങളിൽ നിന്നുള്ള വിടുതൽ അതെല്ലാം ഇല്ലാതാക്കി നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള പുത്രൻ അല്ലെങ്കിൽ ഒരു പുത്രിയായിട്ട് നമ്മുടെ മക്കളെ തരും. സൽസന്താനത്തിന് വേണ്ടിയിട്ട്, സന്താന ഭാഗ്യത്തിന്, സന്താനക്ഷേമത്തിന്, അങ്ങനെ എന്തിനു വേണ്ടിയിട്ട് വേണമെങ്കിലും നമ്മൾക്ക് ഈ ഒരു മന്ത്രം ചൊല്ലാം. അതിനുശേഷം ധൂപദീപ ആരതിയൊക്കെ കാണിക്കുന്നവർ അതൊക്കെ കാണിച്ചിട്ട് ഭഗവാന് നിവേദ്യം, നമ്മൾ ഈ പ്രാവശ്യം ഭഗവാന് നിവേദ്യമായിട്ട് വെക്കുന്നത് തേനും അതേപോലെ തന്നെ പഴവുമാണ്. അതായത് തേനെടുത്തിട്ട് പഴവും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. സ്പൂൺ കൊണ്ട് നന്നായിട്ട് അത് നമ്മൾ പഞ്ചാമൃതം ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഇതെല്ലാം കൂടി ഇട്ട് ഇളക്കുമ്പം അതൊരു നല്ല കൺസിസ്റ്റൻസിയിൽ വരും എന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെ മറ്റൊന്നും വേണ്ട, തേനും അതേപോലെ പഴവും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അത് ഭഗവാന് മുൻപിൽ ഭഗവാന് നിവേദ്യമായിട്ട് സമർപ്പിക്കുക. സമർപ്പിച്ചതിന് ശേഷം ആ ദീപം അവിടെ ഇരുന്ന് കത്തിക്കോട്ടെ, അത് തന്നെ അണഞ്ഞോട്ടെ. തന്നെ അണഞ്ഞതിന് ശേഷം നമ്മൾ ആ 1 രൂപ നാണയം എടുക്കുക. അത് കഴുകുകയൊന്നും ചെയ്യരുത്. നല്ല വൃത്തിയുള്ള ഒരു ക്ലോത്ത് കൊണ്ട് അതിലെ എണ്ണമയം നന്നായിട്ട്, നെയ്യുടെ ആ ഒരു മയം ഉണ്ടാവും
മാത്രമല്ല നന്നായിട്ട് തുടച്ചതിന് ശേഷം എന്നാണോ ഭഗവാൻ സുബ്രഹ്മണ്യ സ്വാമിയുടെ ക്ഷേത്രത്തിൽ പോകുന്നത് അന്ന് അവിടെ ആ നാണയം ഭഗവാന് സമർപ്പിച്ചേക്കുക. ഇപ്പോൾ അബ്രോഡൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ സമർപ്പിച്ചാൽ മതിയാകും. അത് സൂക്ഷിച്ച് വെച്ചോണം. അത് നമ്മൾ കളയാതെ നോക്കണം. ഭഗവാന് തന്നെ അത് സമർപ്പിക്കുകയും വേണം. നാളത്തെ ദിവസം ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതിയാകും. തീർച്ചയായും അതിൻ്റെ ഫലം ഭഗവാൻ നിങ്ങൾക്ക് തന്നിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യാൻ ശ്രമിക്കണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.